ദിവസം ഞങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ വാർത്തയുടെ സമയമാണ് ഇത്. കാണാം ദി ബിഗ്ഗസ്റ്റ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ കെട്ടടങ്ങാതെ ഡീൽ വിവാദം. ചെന്നിത്തല ആരോപണം ഉന്നയിച്ച മഞ്ചേശ്വരത്ത് SDPI പിന്തുണ വേണ്ട എന്ന് പറയാതെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമും. മഞ്ചേശ്വരത്തെ ജനാധിപത്യ മതേതര വോട്ടുകളെല്ലാം UDF സ്വീകരിക്കുമെന്ന് PMA സലാം പറഞ്ഞു. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും മഞ്ചേശ്വരത്ത് ഈ ഭീതി വരുത്താൻ പലരും ശ്രമിക്കാറുണ്ട്. UDFന് മതേതര ജനാധിപത്യ വോട്ടുകൾ കിട്ടും, അത് സ്വീകരിക്കും. മഹാഭൂരിപക്ഷത്തിന് മഞ്ചേശ്വരത്തും കാസർഗോഡും അടക്കം ജയിക്കും. SDPയുടെ വോട്ട് നിർണായകമാണ്, അതുകൂടെ വന്നാൽ മാത്രമേ അതൊക്കെ പലരും പലയിടത്തും നിർണായകമാക്കുന്നത് നിങ്ങളാണ്. വോട്ടർമാർക്ക് അതൊന്നും ബാധകമല്ല. വിവാദങ്ങൾ ഉയർത്തി ചർച്ച വഴിതിരിച്ചു വിടാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്നും ഇത്തവണ കാസർഗോഡ് ജില്ലയിൽ അട്ടിമറി വിജയങ്ങൾ നേടുമെന്നും സലാം ഞങ്ങളോട് പറഞ്ഞു. ശാന്തകുമാർ വെള്ളാലത്താണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. ശാന്തകുമാർ നമ്മോടൊപ്പം. ശാന്തകുമാർ, ഇതിപ്പോൾ SDPIയുമായിട്ട് CPIMന് ഡീലുണ്ട് എന്ന് പറയുമ്പോൾ മഞ്ചേശ്വരത്താണത് ആദ്യമായിട്ട് VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തത്. അവിടുത്തെ UDF സ്ഥാനാർത്ഥി തന്നെയും ഇത് SDPI വോട്ട് കിട്ടിയാൽ താൻ സ്വീകരിക്കും എന്ന അഭിപ്രായം പറഞ്ഞിരുന്നു. ഇതിപ്പോൾ അക്കാര്യങ്ങളെ നിഷേധിക്കാതെയാണ്, അതായത് ആ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പറയാതെ തന്നെയാണ് PMA സലാമും മുന്നോട്ട് വരുന്നത്. അപ്പോൾ SDPIയുടെ വോട്ട് കിട്ടിയാൽ സ്വീകരിക്കും എന്ന നിലപാട് തന്നെയാണ് പറയാതെ അവർ പറയുന്നത്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അതായത് ജനാധിപത്യ മതേതര എല്ലാ വോട്ടുകളും നേടുന്നതിൽ വാങ്ങിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അത്തരം ജനാധിപത്യ വോട്ടുകൾക്കെല്ലാം വലിയ മൂല്യമുണ്ട് എന്ന് തന്നെയാണ് PMA സലാമും പറയുന്നത്. പല വിധത്തിലുള്ള വിവാദങ്ങളാണ് ഈ SDPIയുടെ വോട്ടുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്നു വന്നത്. അതിൽ പ്രത്യേകിച്ച് ഏറ്റവും അതിനൊരു ശക്തമായ നിലപാട്, ഒരു കൃത്യമായ നിലപാട് പറഞ്ഞിരുന്നത് VD സതീശൻ മാത്രമായിരുന്നു, അത്തരം വോട്ടുകൾ വേണ്ട എന്നുള്ളത്. പക്ഷേ മറ്റ് നേതാക്കളാരും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കളാരും അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടേ ഇല്ല. എവിടെയും എന്നുള്ള ശ്രദ്ധേയമാണ്. അത് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ആവർത്തിക്കുന്നത് എന്ന് പറയാം. എല്ലാ ജനാധിപത്യ വോട്ടുകളും വേണം, അത് വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഘടകം. അത് വാങ്ങിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. SDPI കഴിഞ്ഞ ദിവസം SDPIയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ മതേതര വോട്ടുകൾ ഭിന്നിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാദം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് മുസ്ലിം ലീഗ് SDPIയെ തള്ളുന്നില്ല, ഒപ്പം തന്നെ മുസ്ലിം ലീഗിനെ തള്ളി പറയാൻ SDPIയും തയ്യാറാവുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ PMA സലാമും ആവർത്തിക്കുന്നത് എന്ന് തന്നെ ഇതിൽ നിന്ന് വ്യക്തമാകും. പ്രത്യേകിച്ച് മഞ്ചേശ്വരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ഘടകം തന്നെയാണ് SDPIയുടേത്. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ അവസാന നിമിഷം പിൻവലിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. തുടർന്ന് അത്തരം വിവാദങ്ങളും അത്തരം ആരോപണങ്ങളും എല്ലാം ഉയർന്നു വന്നെങ്കിലും അവയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ അഭിപ്രായം. എല്ലാ വോട്ടുകളും സ്വീകരിക്കുക, അത് SDPI ആണെങ്കിലും അല്ലെങ്കിലും അത് എല്ലാ വോട്ടുകളും സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് വിജയം ഉറപ്പാണ്. ഒപ്പം തന്നെ കാസർഗോഡ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് കഴിയും എന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയുമ്പോൾ എല്ലാ വോട്ടുകളും, എല്ലാ വിധത്തിലുള്ള വോട്ടുകളും നേടാൻ തന്നെയാണ്, അവ ഉറപ്പാക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗും തീരുമാനിച്ചിരിക്കുന്നതിന് വ്യക്തമാണ്. SDPIയും ഒരു കൃത്യമായ നിലപാട് ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും ഓരോ മണ്ഡലങ്ങളിലും അവർ സ്വീകരിക്കുന്ന നിലപാട് അധികം വൈകാതെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് സാധ്യത. അവയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്, ആരെയും പിണക്കി നിർത്താതെ എല്ലാ വോട്ടുകളും നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ UDFും ഉള്ളത്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗും ഉള്ളത്. മുസ്ലിം ലീഗ് അത് തന്നെയാണ് ഇപ്പോൾ ആവർത്തിക്കുകയും ചെയ്യുന്നത്. സനീഷ, ശരി. നന്ദി ശാന്തകുമാർ ആ വിവരങ്ങൾക്ക്. എന്തായാലും SDPIയുടെ വോട്ടുകളും ജനാധിപത്യത്തിൽ വോട്ടുകളാണ്. ഓരോ വോട്ടിനും ഏത് ഭാഗത്തുനിന്ന് വരുന്ന വോട്ടുകളാണെങ്കിലും ഒരേ മൂല്യമുള്ളതാണ്. അത് മുസ്ലിം ലീഗിന് അറിയാം. ഡീൽ വിവാദം CPMനെതിരെ തിരിച്ചു വിടുമ്പോഴും ഈ പറയുന്ന SDPIയുടെ ഭാഗത്തു നിന്ന് വരുന്ന വോട്ടുകൾ വേണ്ട എന്ന് പറയുന്നതൊന്നും ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഗുണകരമല്ല എന്നറിയാവുന്ന ആളുകളാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ടാണ് PMA സലാമിൻ്റെ ബൈറ്റ് നമ്മൾ അങ്ങനെ കേട്ടത്. ഇനി